കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ ചെയ്തിരുന്ന ഒരു വീഡിയോയിൽ ഞാൻ ഒരു പുതിയ ടെക്നോളജി എന്നാൽ വിൻഡും സോളാറും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻവെർട്ടർ സിസ്റ്റത്തെ പറ്റിയാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. പലർക്കും അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഗ്യാപ്പായി. ഇയാൾ ഒരു കാര്യവും പറഞ്ഞ് ഈ യൂട്യൂബർ യാതൊരു കാര്യവും കംപ്ലീറ്റ് ആക്കുന്നില്ല എന്നൊരു തോന്നൽ വരെ എൻ്റെ വ്യൂവേഴ്സിനുണ്ടായി കാണാം. അപ്പം അതിൻ്റെ അകത്ത് അതെന്ന് പറഞ്ഞാൽ പ്രായോഗികമായി ഞാൻ ആ ഒരു ഏജൻസി എടുക്കുന്നതിൽ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് അത് ഒന്നും ആകാത്ത കാരണമാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എനിക്ക് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു വീഡിയോ ചെയ്യാൻ പറ്റാതെ പോയത്. എല്ലാവരും ക്ഷമിക്കുക. പക്ഷേങ്കിൽ ഇപ്പോഴും അതിൻ്റെ ഏജൻസി ഒന്നും ആയിട്ടില്ല. പക്ഷേങ്കിൽ ആ ഒരു വീഡിയോ ഇനിയും പലരും ചോദിച്ചത് കൊണ്ട് ഞാനത് ഡിസ്ട്രിബ്യൂഷൻ ഇനിയും അതെടുക്കാൻ ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പറായ ഒരു റിപ്ലൈ തരാത്ത കാരണം ഇനി ഞാൻ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നില്ല എന്നൊരു ഇതിൽ തന്നെയാണ്. ഇപ്പോൾ ഈ വീഡിയോയുടെ ബാക്കി കാര്യം ഈ വീഡിയോയിൽ കൂടെ നിങ്ങളോട് പറയാമെന്ന് വിചാരിക്കുന്നത്. പ്രവാസി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അത് അവസാനം പറഞ്ഞു നിർത്തിയിരുന്നത് ആ ഇൻവെർട്ടറിനുള്ളിൽ ഉപയോഗിക്കുന്ന വിൻഡ് എനർജിക്ക് ഉപയോഗിക്കുന്ന കോമ്പൗണ്ടുകൾ അതിൻ്റെ ഭാഗങ്ങൾ എന്തെല്ലാമാണ് അതിനെപ്പറ്റിയുള്ള വിവരങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇത് പലരും എന്നോട് ചോദിക്കുകയുണ്ടായി, ഇത് എവിടെയാണ് കിട്ടുന്നത്, ഏത് കമ്പനിയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. ഇത് തെലങ്കാന ബേസ്ഡ് ആയിട്ട് കമ്പനിയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏകദേശം ഒരു 4-5 വർഷമായിട്ട് അവർ ഈ ഫീൽഡിൽ ഇതിൻ്റെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം പ്രോജക്റ്റുകൾ അവർ ചെയ്തിട്ടുണ്ട്. ബോംബെ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ശ്രീ ശിവാജി ഇൻ്റർനാഷണൽ എയർപോർട്ട്, അവിടെ ഏകദേശം അവർ ഈ പ്രോജക്റ്റ് ചെയ്ത് ഏകദേശം 1 വർഷത്തിൽ മേലെയാകുന്നു. അങ്ങനെ ഗുജറാത്തിൽ ധാരാളം പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, മധ്യപ്രദേശിൽ ചെയ്തിട്ടുണ്ട്, രാജസ്ഥാനിൽ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ സ്റ്റേറ്റുകളിലും അവർ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ മാത്രമാണ് ഇത് വലിയ ഈ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയോ അല്ല കേരളത്തിലാണ് അവർ പ്രോജക്റ്റുകൾ ചെയ്യാതിരുന്നിട്ടുള്ളത്. ഈ ഇൻവെർട്ടർ ഞാൻ നേരിട്ട് പോയി കാണുകയും അതിൻ്റെ പ്രവർത്തന മികവ് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. ഇത് കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ള വിവരവും ഞാൻ ആ കമ്പനിയെ അറിയിച്ചാണ്. പക്ഷേങ്കിൽ എന്തോ അവർ കേരളത്തിലേക്ക് അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ തരുവാൻ അവർ താല്പര്യം കാണിക്കുന്നില്ല, എന്തുകൊണ്ടെന്നറിയത്തില്ല. പക്ഷേ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻവെർട്ടർ സിസ്റ്റം തന്നെയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഈ കാണുന്ന പ്രോജക്റ്റുകളൊക്കെ ഇവർ ചെയ്തിട്ടുള്ള ധാരാളം പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ വലിയ മൊബൈൽ ടവറുകളിൽ അത് വിൻഡ് എനർജി അതിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള എനർജിക്ക് ആവശ്യമായ വിൻഡ് എനർജി എന്ന് പറഞ്ഞാൽ 1 കിലോവാട്ട് മുതൽ 5 കിലോവാട്ട് 10 കിലോവാട്ട് വരെയുള്ള വിൻഡ് എനർജിക്കുള്ള സിസ്റ്റംസ് ഇവർ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. സോളാറും ഉണ്ട് അതിൻ്റെ കൂടെ. അതുപോലെ തന്നെ വിൻഡിൻ്റെയും ചെറിയ ടർബൈനുകളുള്ള യൂണിറ്റുകൾ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഫിഷിംഗ് ബോട്ടുകളിൽ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പമ്പ് ഹൗസുകൾ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഇതേ ടെക്നോളജിയിൽ സോളാർ ലൈറ്റുകളും അവർ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മിലിറ്ററി ഡിവിഷനുകൾ എന്ന് പറഞ്ഞാൽ എയർഫോഴ്സ്, അതുപോലെ തന്നെ ആർമി, നേവൽ ബേസുകളിൽ ഇവരെ പ്രോജക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവർ അപ്രൂവ് ചെയ്തിട്ടുള്ള വെണ്ടർ ലിസ്റ്റിലുള്ള ഒരു കമ്പനിയുമാണ്. ഡിഫൻസിൻ്റെ വർക്കുകളും ഈ കമ്പനി ധാരാളമായി ചെയ്യുന്നുണ്ട്. ഇൻവെർട്ടർ എന്നാണ് ഈ കമ്പനിയുടെ പേര്. പക്ഷേങ്കിൽ കേരളത്തിൽ അവർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഞാൻ ധാരാളം ശ്രമിച്ചിരുന്നു. പക്ഷേങ്കിൽ പ്രോപ്പറായ ഒരു റിപ്ലൈ കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ കേരളത്തിലും ഇത് വളരെ സക്സസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എനർജി ഒരു ഇൻവെർട്ടർ സിസ്റ്റമാണ് എങ്കിലും നമ്മളെ സംബന്ധിച്ച് ഇതിന് പ്രോപ്പറായ ഒരു ഡിസ്ട്രിബ്യൂഷനോ സർവീസോ ഇവിടെ അവൈലബിൾ അല്ലെങ്കിൽ അത് വെച്ചാൽ അതിനെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അതിൻ്റെ നെഗറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ഇത് ആർക്കെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അത് അവർ കമ്പനിയുമായിട്ട് നേരിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാം. ചിലപ്പോൾ അവർ ഡയറക്റ്റായിട്ട് വന്ന് ഇൻസ്റ്റാൾ ചെയ്തു തരാം അവരുടെ ടീമിനെ വിട്ട്. അവർ പുതിയ ഒരു ഗ്രൂപ്പിനെ അവർ ഏൽപ്പിക്കുന്നത്, പുതിയൊരു കമ്പനിയെ അവർ കേരളത്തിൽ ഏർപ്പെടുത്തുന്നില്ല. അത് ചിലപ്പോൾ അവരുടെ ടെക്നോളജി അല്ലെങ്കിൽ അവരുടെ പാർട്സുകളെ പറ്റി ഉള്ള വിവരങ്ങൾ ലീക്ക് ഔട്ട് ആകാം. അവരുടെ ആ ഒരു ടെക്നോളജി മറ്റുള്ളവർ പ്രത്യേകിച്ച് മലയാളികൾ അടിച്ചു മാറ്റാൻ ചാൻസ് ഉണ്ടാകും. അങ്ങനെ ഒരു ഭയമായിരിക്കാം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വളരെ നമുക്ക് കേരളത്തിൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻവെർട്ടർ സിസ്റ്റം തന്നെയാണിത്.
അങ്ങനെ ആർക്കെങ്കിലും റിസ്ക് എടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കമ്പനിയിൽ ബന്ധപ്പെടാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ അതിൻ്റെ അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി ചെയ്യാവുന്നതാണ്. അത് ഇതിൻ്റെ ഞാൻ വീണ്ടും അതിൻ്റെ ഒരു മേന്മ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, രാത്രിയിൽ നമ്മളുടെ ആ ചെറിയ കാറ്റിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു എനർജി രാത്രിയിൽ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ KSEBയെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിവിജ്വലായി നിൽക്കുന്നതിന് നമുക്ക് പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. കേരളത്തിലും പല ഇങ്ങനെ വിൻഡ് എനർജിയായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രോജക്റ്റുകളെ പറ്റിയുള്ള പരസ്യങ്ങൾ നമുക്ക് യൂട്യൂബിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം വലിയ വെർട്ടിക്കലി ചെയ്യുന്ന വലിയ പ്ലാന്റുകളാണ്, വലിയ ലീഫുകൾ വെച്ച് ചെയ്യുന്ന പ്ലാന്റുകളാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇങ്ങനെ വളരെ ഒതുക്കമുള്ള അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന വളരെ സ്ലിം ആൻഡ് ഇതായിട്ടുള്ള ഒരു വലിയ സ്പേസ് ആവശ്യമില്ലാത്ത എന്നാൽ വലിയ റിസ്ക് ഇല്ലാത്ത ഒരു ഇൻവേർട്ടർ സിസ്റ്റം ഞാൻ കേരളത്തിൽ വേറൊരു കമ്പനിയുടെയും അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കാട്ടിൽ UN-ൻ്റെ ഒക്കെ അവാർഡുകൾ നേടിയ കമ്പനികൾ, മലയാളികൾ തന്നെ തുടങ്ങിയ സ്റ്റാർട്ടപ്പ് കമ്പനികളുണ്ട്. അവരും ഗുജറാത്ത് ബേസ്ഡാണ്. അവതാർ എന്ന് പറഞ്ഞൊരു വിൻഡ് എനർജി കമ്പനിയുണ്ട്. അവർ ഈ പറഞ്ഞ പോലാണ്, അവരും ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ ആർക്കും കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തതായിട്ട് എനിക്കറിയാൻ വയ്യ. അതും പക്ഷേ പിന്നെ പോളിൻ്റെ മണ്ടയിൽ സ്ഥാപിക്കുന്ന വെർട്ടിക്കലായിട്ട് വെക്കുന്ന വലിയ ലീഫുള്ള ടർബൈനുകളാണ് അതിനെല്ലാം ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോകൾ കണ്ടു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ടെക്നോളജിയെ അല്ല അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അവർ വളരെ ഒതുക്കമുള്ള ഏറ്റവും യൂസ്ഫുള്ളായത് നമുക്ക് ഏതൊരു സ്പേസിലും ഉപയോഗിക്കാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, മത്സ്യ ബോട്ടുകളിൽ പോലും അവർക്ക് വളരെ എന്നാൽ ആ ഓടിപ്പോകുന്ന കാറ്റിൽ നിന്നും പ്രവർത്തിക്കുന്ന ആ തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ ട്രാവൽ ബ്ലോഗൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, ഈ വലിയ വണ്ടിയുമായിട്ടൊക്കെ പോയി അല്ലെങ്കിൽ കാറുമായിട്ട് പോയി ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു 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 ഇൻവേർട്ടർ സിസ്റ്റമാണിത്. ഇത് വിൻഡും സോളാറും കാണും. സോളാർ വേണ്ട എന്നുണ്ടെങ്കിൽ സോളാർ നമുക്ക് അവോയ്ഡ് ചെയ്യാം, വിൻഡ് മാത്രമായിട്ട്. ഇപ്പം കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നമ്മൾ ഓടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കാറ്റിൽ നിന്ന് നമ്മുടെ ബാറ്ററി പ്രോപ്പറായിട്ട് ചാർജ് ആകും. അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് വേണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയാലും അവിടെ കാറ്റുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ചാർജ് ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം നമ്മുടെ സ്റ്റോറേജിൽ നിന്ന് നമ്മൾ ഉപയോഗിച്ചാലും നമുക്ക് വീണ്ടും അങ്ങനെയുള്ള അവസരങ്ങളിൽ പോലും നമുക്ക് നമ്മുടെ ബാറ്ററി സ്റ്റോറേജ് കുറയാതെ ഈക്വലൈസ് ചെയ്ത് നിർത്തുവാൻ നമുക്ക് ഈ ഇൻവെർട്ടർ കൊണ്ട് സാധിക്കും. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. വളരെ ലേറ്റായിട്ട് റിപ്ലൈ കിട്ടത്തുള്ളൂ, അയച്ച ഉടനെ ഒന്നും റിപ്ലൈ കിട്ടത്തില്ല. നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നാൽ അവർ പ്രോപ്പറായ റിപ്ലൈ തരും. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് എത്ര കിലോവാട്ടിൻ്റെയാണ് വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണ് എന്നുള്ള വിവരം കമ്പനിയെ അറിയിച്ചാൽ അവർ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അടുത്തൊരു ടെക്നോളജി റിലേറ്റഡായ വീഡിയോയുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.